ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൻ്റെ റിമൈനിങ് പോർഷൻസ് ആണ് നമ്മൾ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസിൻ്റെ റിമൈനിങ് ആയിട്ട് വരുന്ന ആ എക്സസൈസിൽ തന്നെ പ്രോബ്ലംസിലോട്ട് കിടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സപ്പോസ് ദി ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ഈസ് 7 cm ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 11 cm. ഫൈൻഡ് ദ വോളിയം ഇഫ് ദ ഹൈറ്റ് ഈസ് 5 cm, 9 cm, 13 cm. Find the linear pattern representing the volume of the rectangular box. നമുക്കിവിടെ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 cm തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് 11 cm. വോളിയമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഹൈറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇവിടെ ഹൈറ്റ് 5 cm ആകുമ്പോൾ എത്ര വോളിയം കിട്ടുമെന്ന് നോക്കുക, 9 cm ആകുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക, 13 cm ആകുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. ഇതൊരു ലീനിയർ പാറ്റേണിൽ എഴുതുക. റിപ്രസെൻറ്റിങ് ദ വോളിയം ഓഫ് ദ, അതായത് വോളിയം എന്ന് പറയുന്നത് ഒരു ലീനിയർ എക്സ്പ്രഷനിൽ എഴുതുക. എത്രയാണ് നമുക്കിവിടെ ഇൻക്രിമെൻറ്റ് വരുന്നത്, ലീനിയർ ഗ്രോത്ത് ആണോ, അതായത് ലീനിയർ ലീനിയർ പാറ്റേൺ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യണം, റിപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഗീവൺ തന്നിട്ടുള്ളത് നോക്കാം. ലെങ്തും ബ്രെഡ്ത്തും ഗീവൺ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഹൈറ്റ് 5 cm ആണെങ്കിൽ നമുക്കിവിടെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. ഏരിയ അതായത് വോളിയം എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എടുക്കാം. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിന് നമുക്ക് ഏരിയ എന്ന് പറഞ്ഞൂടെ, ദാറ്റ് ഈസ് വോളിയം ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എടുത്തൂടെ. ഏരിയ എന്ന് പറയുന്നത് മൂന്നിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ലെങ്തിനും ബ്രെഡ്ത്തിനും ഒരു ചേഞ്ചും വരുന്നില്ല. സോ ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഹൈറ്റ് മാത്രമാണ് ഇവിടെ ചേഞ്ച് ആവുന്നത്. അതനുസരിച്ച് നമുക്കിവിടെ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ. ഫസ്റ്റ് വൺ ഹൈറ്റ് 5 cm ആണെങ്കിൽ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 77 × 5 എന്ന് പറയുന്നത് എന്തെന്ന് എടുക്കാം, നമുക്ക് 385. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 9 cm തന്നിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയെന്നും കൂടെ തന്നിട്ടുണ്ട്, നമുക്ക് ഹൈറ്റ് 13 cm കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് മൂന്നിൻ്റെയും ഹൈറ്റ് അനുസരിച്ച് വോളിയം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് മൂന്നിൻ്റെയും വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ഹൈറ്റ് എന്ന് പറയുന്നത് 7 cm ആണെങ്കിൽ നമുക്കിവിടെ വോളിയം എന്ന് പറയുന്നത് എന്തെന്ന് പറയാം, 77 ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് അവിടുത്തെ ഏരിയയാണ് 77 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏരിയ ഇൻറ്റു ഹൈറ്റ് cm³ എന്ന് നമുക്കൊരു ലീനിയർ എക്സ്പ്രഷൻ നമുക്കിതിൽ നിന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ പറയുന്ന കാര്യം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ആദ്യത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഹൈറ്റ് എന്ന് പറയുന്നത് 5 cm. അടുത്ത ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 9 cm. ദെൻ നെക്സ്റ്റ് വൺ 13 cm. ഇങ്ങനെയായിരുന്നു ഇവിടെ ഹൈറ്റ് തന്നിരുന്നത്. 5ൻ്റെ കൂടെ നമുക്ക് 4 ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുക. അതുപോലെ 9ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോഴാണ് 13 കിട്ടുക. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹൈറ്റിൽ 4 ആണ് ആഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്, ഹൈറ്റ് 4 cm ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇവിടെ വോളിയം എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഇതൊരു ലീനിയർ പാറ്റേൺ, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഹൈറ്റ് 4 cm ആണ് ഇൻക്രീസ് ആവുന്നത്, ഏരിയയും നമുക്കിവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. സോ ഹൈറ്റ് 4 cm ആണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ ലീനിയർ പാറ്റേൺ എന്ന് വിളിക്കാം. എങ്ങനെയാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്, ഹൈറ്റ് ഇൻക്രീസസ് ബൈ 4 cm, ദെൻ വോളിയം ഇൻക്രീസസ് ഫോർ എവറി 4 cm ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അതായത് 4 cm ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അവിടുത്തെ വോളിയം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം, ലീനിയർ പാറ്റേൺ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദി ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 13 cm. ഫൈൻഡ് ദി ഏരിയ ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് 12 cm, 10 cm, 8 cm. നമുക്ക് ഏരിയയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ 12 cm, ദെൻ സെക്കൻഡ് വൺ 10 cm, തേർഡ് വൺ 8 cm. ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ, ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം. ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് ആവുകയാണ്, ഡിക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതനുസരിച്ചുള്ള ലീനിയർ പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ റിപ്രസെൻറ്റ് ചെയ്യണം അതുവഴി. ഓക്കെ, നമുക്ക് ഗീവൺ എന്താണ് തന്നിട്ടുള്ളത്, ലെങ്ത് തന്നിട്ടുണ്ട്. അത് ഓരോന്നനുസരിച്ച് എന്ത് ചെയ്യുകയാണ്, ബ്രെഡ്ത്ത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അല്ലേ, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്,
ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് അറിയാം. സോ ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നതനുസരിച്ച് നമുക്കിവിടെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ. വെൻ ബ്രെഡ്ത്ത് 12 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 13 × 12 156 സെൻറ്റിമീറ്റർ. ഇതുപോലെ ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്ററും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ. അതനുസരിച്ച് നമുക്കിവിടെ എന്ത് കിട്ടും? ഏരിയ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ കേസിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. മൂന്നാമത്തെ കേസിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഡിക്രിമെൻ്റ് ആയിട്ട് വരുന്നത്. അതായത് 12 നിന്ന് 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. 10 നിന്നും 2 മൈനസ് ചെയ്യുമ്പോഴാണ് ഇവിടെ 8 കിട്ടുക. അതായത് ഇവിടെ 2 ആണ് ഇവിടെ ഡിക്രീസ് ചെയ്ത് വരുന്നത് അല്ലേ. സോ ഇവിടെ എന്ത് നമുക്ക് പറയാം? ഫോർ എവറി ബ്രെഡ്ത്ത് ഡിക്രീസസ് ബൈ 2, ഓരോന്നിലും 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ഡിക്രീസ് ആവുന്നതനുസരിച്ച് അവിടുത്തെ ഏരിയയും എന്ത് തന്നെ സംഭവിക്കും? ഡിക്രിമെൻ്റ് തന്നെ സംഭവിക്കും. ആദ്യത്തേക്ക് നമുക്ക് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് 156 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ, സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ ഏരിയ 130 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് അറ്റ് ലാസ്റ്റ് 104 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഇവിടെ എന്തെന്ന് പറയാം? ഏരിയ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ബ്രെഡ്ത്ത് will decreases by 2 cm for every in case breadth 2 cm ഡിക്രീസ് ആവുന്നതനുസരിച്ച് അവിടുത്തെ ഏരിയ എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കോൺസ്റ്റൻറ്റ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. നമുക്കിതൊരു ലീനിയർ എക്സ്പ്രഷനിൽ എങ്ങനെ എഴുതാം? ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് 13 തന്നെയാണ് അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് 13 തന്നെയാണ്. ഒരു ലീനിയർ എക്സ്പ്രഷനിൽ എങ്ങനെ പറയാം? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ എന്തെന്ന് കൺസിഡർ ചെയ്യുവാണ്? ഈക്വൽ ടു ബി എന്ന് കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ ലെങ്ത് മൂന്നിടത്ത് കോൺസ്റ്റൻ്റ് ആണ്, 13 തന്നെയാണ്. ബ്രെഡ്ത്ത് ആണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 13 ബി സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഇതൊരു ലീനിയർ പാറ്റേൺ ആണ്. ദിസ് ഈസ് എ ലീനിയർ പാറ്റേൺ. ഏരിയ ഡിക്രീസസ് ഫോർ എവറി 2 സെൻറ്റിമീറ്റർ ഡിക്രീസ് ഇൻ ബ്രെഡ്ത്ത്. അതായത് ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ കുറയുന്നതനുസരിച്ച് അവിടുത്തെ ഏരിയ എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സരിത ഈസ് റീഡിങ് എ ബുക്ക് ഓഫ് 500 pages. സരിത ഒരു ബുക്ക് റീഡ് ചെയ്യുകയാണ്. എത്ര പേജസ് ഉള്ള ബുക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്? 500 pages. ഷീ റീഡ്സ് 20 pages എവറി ഡേ. ഓരോ ദിവസവും 20 pages വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഹൗ മെനി പേജസ് വിൽ ബി ലെഫ്റ്റ് ആഫ്റ്റർ 15 days? 15 days കഴിയുമ്പോൾ എത്ര പേജസ് ലെഫ്റ്റ്, റിമൈനിങ് എത്ര പേജസ് ആ ബുക്കിൽ കാണുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ലീനിയർ പാറ്റേൺ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലത്തെ പ്രോബ്ലംസാണ് ചെയ്തത്. നമ്മളിപ്പോഴും അതേ പാറ്റേൺസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാവോ? നെക്സ്റ്റ് ടോപ്പിക് ലീനിയർ ഗ്രോത്ത് ആൻഡ് ലീനിയർ ഡീകെ. എന്താണ് ലീനിയർ ഗ്രോത്ത്, എന്താണ് ലീനിയർ ഡീകെ എന്ന് പറയുന്നത്? സോ നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഒരു ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യനും റെക്റ്റാങ്കിളിൻ്റെ തന്നെ രണ്ട് കേസ് ഓഫ് ക്വസ്റ്റ്യൻ, ഒന്ന് ഏരിയ വെച്ചിട്ടുള്ളത് ഒന്ന് വോളിയം വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു അല്ലേ. അല്ല, ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഏരിയ എന്ത് ചെയ്യുകയാണ്? ഏരിയ കോൺസ്റ്റൻ്റ് ആണ് 77 എന്നുള്ളത്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു എന്നൊരു പാറ്റേൺ പഠിച്ചു. രണ്ടാമത് വന്നിട്ട് ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്, ബ്രെഡ്ത്ത് ഡിക്രീസ് അനുസരിച്ച് അവിടുത്തെ ഏരിയ ഡിക്രീസ് ആവുന്നു എന്നൊരു പാറ്റേൺ പഠിച്ചു. അതേ ടൈപ്പ് തന്നെയാണ്, അതാണ് ലീനിയർ ഗ്രോത്ത്. ലീനിയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ലീനിയർ പാറ്റേൺ, അതായത് ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അവിടെ എന്ത് ചെയ്യുവാണ്? ലീനിയർ ഗ്രോത്ത് സംഭവിക്കുകയാണ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുവാണ്? ഇപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലീനിയർ ഗ്രോത്ത്. അതുപോലെ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്, ബ്രെഡ്ത്ത് ഡിക്രീസ് ആവുന്നതനുസരിച്ച് അവിടുത്തെ ഏരിയ ഡിക്രീസ് ആയി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ലീനിയർ ഡീകെ. അതാണ് ലീനിയർ ഗ്രോത്ത് ആൻഡ് ലീനിയർ ഡീകെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇനിഷ്യൽ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് ഈസ് 750. നമ്മുടെ ഒരു വില്ലേജിൻ്റെ ഇനിഷ്യൽ പോപ്പുലേഷൻ, സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 750 ആണ്. എവറി ഇയർ, ഓരോ വർഷവും 50 people മൂവ് ഫ്രം എ നിയർ ബൈ സിറ്റി ടു ദ വില്ലേജ്. അടുത്തുള്ള സിറ്റിയിൽ നിന്ന് ഈ വില്ലേജിലോട്ട് 50 people ആയിട്ട് ആഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷവും 50 people ഇവിടെ വന്ന് മൈഗ്രേറ്റ് ചെയ്യുവാണ്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് ആഫ്റ്റർ 6 years. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള പോപ്പുലേഷൻ എന്തായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ ടേബിൾ ഓഫ് വാല്യൂസ് ഫോർ ടി വേരിയിങ് ഫ്രം 0 to 10 years. 0 to 10 yearsനിടയിൽ എത്ര പീപ്പിൾസ്, 0 to 10 years വരെ അവിടെ എത്ര പീപ്പിൾസ് ആണ് ഉണ്ടായിരിക്കുന്നത്? അതൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് ആ വില്ലേജിൽ എത്ര പീപ്പിൾസ് ആണോ ടോട്ടലി വരുന്നത് അതനുസരിച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് റിലേറ്റ്സ് പി ആൻഡ് ടി. അതായത് പോപ്പുലേഷനും നമ്പർ ഓഫ് ഇയേഴ്സും തമ്മിലുള്ള ഒരു എക്സ്പ്രഷൻ എഴുതാനും വൈ ഇറ്റ് റെപ്രസെൻറ്റ്സ് ലീനിയർ ഗ്രോത്ത്, ഇതെന്തുകൊണ്ട് ലീനിയർ ഗ്രോത്ത് എന്ന് പറയുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഇവിടെ ലീനിയർ ഗ്രോത്ത് എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇത് ലീനിയർ ഗ്രോത്ത് ആണെന്ന്. കാരണം ഇനീഷ്യൽ പോപ്പുലേഷൻ 750 ആണ്. ഓരോ വർഷവും എന്താണ് 50 പീപ്പിൾസാണ് ഇവിടെ ആഡപ്പായിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇതെങ്ങനെ ലീനിയർ ഗ്രോത്ത് ആയി എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കാം. മേക്ക് എ ടേബിൾ ഓഫ് വാല്യൂസ് ഫോർ ടി വേരിയിങ് ഫ്രം 0 to 10 years. 0 to 10 years വരെയുള്ള പീപ്പിൾസിൻ്റെ പോപ്പുലേഷൻ്റെ ചേഞ്ചാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. സോ ആദ്യം നമുക്ക് ആ ടേബിൾ ഫോം ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറ്റും. ഇയർ, സെക്കൻഡ് കോളം പോപ്പുലേഷൻ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് 0 years ആണെങ്കിൽ നമുക്കിവിടെ അറിയാം 750 പീപ്പിൾസ് ആണ് 0 years എന്ന് പറയുന്നത്. 1 year ആകുമ്പോൾ എന്താണ് 750യുടെ കൂടെ 50 പീപ്പിൾസ് ആഡപ്പ് ആവണം. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം, 750 പ്ലസ് 1 into 50 എന്ന് എഴുതാൻ പാടില്ല എനിക്ക്, 1 into 50 എന്ന് എഴുതി കൂടെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 750 പ്ലസ് 2 years ആകുമ്പോൾ 2 into 50 എന്ന് കൊടുത്തൂടെ. ഓക്കെ, ആൻഡ് തേർഡ് വൺ 750 പ്ലസ് 3 years ആകുമ്പോൾ 3 into 50 എന്ന് എഴുതാമല്ലോ. അങ്ങനെ ഓരോ പീപ്പിൾസ്, അതായത് 50 ആഡപ്പ് ആകുമ്പോൾ സെക്കൻഡ് 1 year ആകുമ്പോൾ 800 പീപ്പിൾസ് ആവും, 2 years ആകുമ്പോൾ 850 പീപ്പിൾസ് ആവും, 3 years ആകുമ്പോൾ 900 പീപ്പിൾസ് ആവും, ദെൻ 4 years ആകുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി നമുക്ക് 10 years വരെയുള്ളത് നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ, ഇതുപോലെ നമുക്ക് ടേബിൾ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഈ ടേബിൾ ഫോം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് 6 years ആകുമ്പോൾ ഉള്ള പോപ്പുലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ടേബിൾ ഫുള്ളി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 6 yearsൽ എത്രയാണോ പോപ്പുലേഷൻ കിട്ടുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. ദ പോപ്പുലേഷൻ ആഫ്റ്റർ 6 years എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോക്സ് ഫില്ല് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കതിൽ കിട്ടും. അപ്പോൾ നമുക്ക് 6 years ആകുമ്പോൾ 1050 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, പോപ്പുലേഷൻ ആഫ്റ്റർ 6 years എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1050. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ലീനിയർ എക്സ്പ്രഷൻ നമ്മൾ എഴുതണം അല്ലേ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പി എന്ന് കൺസിഡർ ചെയ്യുക, ഇയേഴ്സ് എന്ന് പറയുന്നത് ടി. അങ്ങനെ പി ഓഫ് ടി ആണെങ്കിൽ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഇനിഷ്യൽ പോപ്പുലേഷൻ നോ ചേഞ്ച്, ദാറ്റ് ഈസ് 750 പ്ലസ് ഇവിടെ ലീനിയർ ഗ്രോത്ത് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലസ് സൈൻ കൊടുക്കാം. എത്രയാണ്, നമുക്ക് ഓരോ വർഷവും 50 പീപ്പിൾസാണ് ആഡപ്പ് ആവുന്നത്. അപ്പോൾ 50 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലീനിയർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, 750 പ്ലസ് 50 ഇൻറ്റു ടി. ഇവിടെ ലീനിയർ ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ലീനിയർ ഗ്രോത്ത് വരുന്നത്, ഓരോ വർഷവും ഈച്ച് ഇയർ ദ പോപ്പുലേഷൻ ഇൻക്രീസസ് ബൈ 50 പീപ്പിൾസ്. ഓരോ വർഷവും 50 പീപ്പിൾസ് വെച്ച് ഓരോ വർഷം എന്ത് ചെയ്യുവാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ലീനിയർ ഗ്രോത്ത് എന്ന് പറയാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.